സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന പേപ്പറിൽ ഒരാളാണ് FM ആൻഡ് SM. FM ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അപ്പൊ ഇതിലെ എ പാർട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾ CA പാസ്സായിട്ട് നിങ്ങൾ ഏത് കമ്പനിയിൽ പോയാലും അവിടെയുള്ള പോസ്റ്റിങ്ങിനാണ്. ആഫ്റ്റർ സി എ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എംപ്ലോയ്മെന്റ് പോവാണെങ്കിൽ ഫിനാൻസ് മാനേജർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO, ഫിനാൻഷ്യൽ ഹെഡ്. അപ്പൊ ഇവിടെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മള് മെയിൻ ഫിനാൻസ് ഇത് തന്നെയാണ്. ഞാൻ CA പാസ്സായി ഫസ്റ്റ് കയറിയ ജോലി എംപ്ലോയ്മെന്റിൽ ഫസ്റ്റ് കിട്ടിയ ജോലി ഇതായിരുന്നു. CFO ആയിരുന്നു, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട്. അത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് CA പാസ്സായിട്ട് ആഫ്റ്റർ CA നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഫീൽഡിലോട്ട് വരാം. എംപ്ലോയ്മെന്റിലേക്ക് പോവാം. എംപ്ലോയ്മെന്റിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ CFO, അക്കൗണ്ട്സ് ഹെഡ്, ഫിനാൻസ് മാനേജർ, ആ റേഞ്ച്. ഇനി വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, പ്രാക്ടീസിലോട്ട് വരാം. ഇനി നമ്മൾ ടീച്ചിങ് പ്രൊഫഷൻ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, സെക്യൂരിറ്റി അനാലിസിസ്, ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, അങ്ങനെ പല പല കാറ്റഗറീസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്റർലേക്ക് വരുമ്പോൾ ഓരോ പേപ്പറും ആ ഫോക്കസിലാണ് നിങ്ങൾ പഠിക്കാൻ. കാരണം നിങ്ങൾക്ക് ശേഷം CA പാസ്സായിക്കാനാ നിങ്ങൾക്ക് ശേഷം മുകളിൽ വേറെ ടീമില്ല. അപ്പൊ അത്രയും പെർഫെക്റ്റോട് കൂടി ഓരോ സബ്ജക്റ്റും ഡീപ്പായിട്ട് നല്ല ഡെപ്തോട് കൂടി പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ CA പാസ്സായി ഉടനെ തന്നെ ഒരു കമ്പനിയുടെ CFO ആയിട്ട് കയറാം വിത്തൗട്ട് എക്സ്പീരിയൻസ്. നമുക്ക് ആകെ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താ? ആർട്ടിഫിഷ്യപ്പാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടാണ് നേരെ പോയിട്ട് CFO ആണ്. മണപ്പുറം ചിറ്റ്സ് ഫിനാൻസ്, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത് 2 വർഷം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നേരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. പണ്ട് +2 പഠിച്ചതുപോലെ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചതുപോലെ ചുമ്മാ ബഹിയായിട്ടൊന്നും പഠിക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കാരണം നമ്മളെ ഔട്ട്സൈഡ് കമ്പനിക്ക് ആവശ്യമാണ്. ഒരു കമ്പനിയിൽ നമ്മൾ കയറി കഴിയുമ്പോൾ അവർ നമ്മളെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സബ്ജക്ട്, കോർ സബ്ജക്ട് നമ്മൾ തന്നെയാണ്. ഈ സബ്ജക്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഇതിന്റെ ചേട്ടനാണ് ഫൈനലിൽ വരുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 50 മാർക്കാണ്. ബട്ട് 50 മാർക്കാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ പഠിക്കും. ഇതിന് സെക്കൻഡ് പാർട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതിനും 50 മാർക്ക്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ CA ഇന്ററിൽ പഠിച്ചിട്ട് CA ഫൈനലിലേക്ക് വരുമ്പോൾ നേരെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് SFM ആണ്, സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അത് ഇതിന്റെ നേരെ തൊട്ട് അടുത്ത ലെവൽ. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുക, ഈ സബ്ജക്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പോ അക്കൗണ്ടൻസ് പഠിച്ച ആൾക്കാർ അക്കൗണ്ടൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വാട്ട് ഈസ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അക്കൗണ്ടിങ് ഈസ് എന്താ, ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഡെഫിനിഷൻ ഒന്നും വേണ്ട. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ നമ്മളത് അക്കൗണ്ടിങ് ടേംസ് ഉപയോഗിച്ചിട്ട് പറയാം. ഇന്നത്തെ ബിസിനസ് കൊള്ളാം, ഇന്നത്തെ ബിസിനസ് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഇന്നത്തെ ബിസിനസ് അത്യാവശ്യം സെയിൽസ് കുഴപ്പമില്ലായിരുന്നു, പർച്ചേസ്. അപ്പൊ നമ്മൾ ഈ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിലാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് എങ്ങനെ ഉണ്ടായിരുന്നില്ല, ബിസിനസിന്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ് ഈസ് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ഏതൊരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ, നമ്മുടെ ഏതൊരു ബിസിനസ് റൺ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് അവിടെ ഫണ്ട് ആവശ്യം. ഫണ്ട് മീൻസ് മണി. ഫണ്ട് ഇല്ലാണ്ട് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഏതൊരു ബിസിനസ്, അതിപ്പോ നിങ്ങളിപ്പം പ്രോഫിറ്റ് ഇല്ലാത്ത ബിസിനസ്, പ്രോഫിറ്റ് വേണ്ട ചാരിറ്റി ആണെങ്കിൽ പോലും, ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും ഫണ്ട് ആവശ്യം. ഓക്കെ, അപ്പൊ ഈ ഫണ്ട് ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യില്ല.
അതായത് നമ്മുടെ നമ്മുടെ മനുഷ്യന്മാരെ ഒരു ദിവസം 1-2 ദിവസം പട്ടിണി കിടന്നാലും ജീവിക്കില്ല, 1 വീക്ക് പട്ടിണി കിടന്നാലും നമ്മൾ ജീവിക്കും. ബട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും നമ്മൾ ഇങ്ങനെ മില്യൺ സെക്കൻഡിൽ പോലും ഒരു ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുക. ബ്ലഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ. ഹ്യൂമന്റെ ലൈഫ് അവിടെ നിലനിർത്തണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വരണം. അതേപോലെയാണ് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണം. പ്രോഫിറ്റ് ആണെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഫണ്ട് വേണം. സോ അക്കൗണ്ടിങ് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണെങ്കിൽ നമ്മുടെ സബ്ജക്ട് ഫൈനാൻസ്, ഫണ്ട്, മണി. ബിസിനസിന്റെ എന്താ? ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ്, ജീവരക്തം എന്നൊക്കെ പറയും. ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റിന് ഇത്രയും സ്കോപ്പ് വരുന്നത്. ഏതൊരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് വേണം. സോ ഫിനാൻസ് ഈസ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കമ്പനിയിൽ പോയാലും ആ ഫണ്ട് ഏറ്റവും ബെസ്റ്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് അല്ലെ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാക്സിമം അവരുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, മാക്സിമം വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, വെൽത്ത് അവരുടെ അസറ്റ് മാക്സിമം ഇൻക്രീസ് ചെയ്യിക്കും. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ആ ഫണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുക? എവിടെ നിന്നൊക്കെ ഞാൻ ഈ ഫണ്ട് കൊണ്ടുവരും? എങ്ങനെയൊക്കെയാണ് ഫണ്ട് എടുക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം? ഏതൊക്കെ ടൈമിലാണ് ഫണ്ട് കൊണ്ടുവരുന്നത്? ഏതൊക്കെ ബിസിനസ്, ഏതൊക്കെ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം? ഇതൊക്കെ പ്രോപ്പറായിട്ട് ഈ ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം? ഹൗ ടു മാനേജ് ഫൈനാൻസ്, എങ്ങനെ മാനേജ് ചെയ്യാം? സോ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റാണ് നമ്മുടെ സബ്ജക്റ്റ് ഏതാ? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ സബ്ജക്ട് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ടൈം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകും. പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന പിള്ളേരാണെങ്കിൽ, ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം കേൾക്കാൻ സബ്ജക്റ്റ്. ഇതിന്റെ കുറെ ബേസിക്സ്, അതായത് നിങ്ങൾ PV ഫാക്ടർ, ഇതൊക്കെ നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. ബട്ട് ആ ലെവലിലല്ല പഠിക്കാം. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എങ്ങനെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി, എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഫണ്ട് കൊണ്ടുവരിക, എങ്ങനെയാണ് ബിസിനസ്സിലെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മാക്സിമം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക, മാക്സിമം എങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, സപ്പോസ് നോക്കിക്കോളെ, ഇവിടെ നിങ്ങൾ ഏതൊരാൾക്കാർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്കറിയാം ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. പഠിച്ച ആൾക്കാരുണ്ടോ? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് ഉണ്ട്, അസറ്റ് സൈഡ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഐഡിയ കിട്ടി, നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്, നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 40 ലക്ഷം രൂപയാണ് അതിന്റെ ഫണ്ട്. 40 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചു, അതിൽ ഫണ്ട് കിട്ടി. ആവശ്യമുള്ള ഫണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ ആവശ്യം. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർ ഹോട്ടൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്, ഏതാ റെസ്റ്റോറൻറ്റ്, എന്താണെങ്കിലും ഒരു ബിസിനസ്, ടെക്സ്റ്റൈൽസ്, ഇഷ്ടമുള്ള ഒരു ബിസിനസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അനലൈസ് ചെയ്തപ്പോൾ ഏകദേശം 40 ലക്ഷം രൂപ അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. അപ്പൊ ഞാൻ ഈ ഫണ്ട് എങ്ങനെ കൊണ്ടുവരും? ഞാൻ ഫണ്ട് കൊണ്ടുവരുന്ന സമയത്ത് സപ്പോസ് എൻ്റെ കയ്യിലില്ലെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ട് ലോൺ എടുക്കാം? ഏറ്റവും ഇൻട്രസ്റ്റ് കുറവുള്ള സ്ഥലത്ത് പോയിട്ട് ലോൺ എടുക്കും. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഫണ്ട് കൊണ്ടുവരിക? മുഴുവനും ഞാൻ സ്വന്തമായിട്ട് കൊണ്ടുവരണോ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഒരു 30 ലക്ഷം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ മതിയോ? ബാക്കി 10 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ മതിയോ? ലോൺ നമ്മൾ ഡിബഞ്ചർ എന്നൊക്കെ പറയും. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ഈ ക്യാപിറ്റൽ കൊണ്ടുവരിക? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ എങ്ങനെ കൊണ്ടുവരും? അവിടെ നമ്മൾ വ്യക്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. സോ നമ്മളെ ഫണ്ട്, നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഫൈനാൻസ് ചെയ്യും? സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻ ആണ് ഫൈനാൻസിങ് ഡിസിഷൻ. എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനാൻസിങ് ഡിസിഷൻ. എനിക്കിവിടെ പല ഓപ്ഷൻ ഉണ്ട്. മുഴുവനും വേണമെങ്കിൽ പ്രിഫറൻസ് ഷെയർ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ കൊണ്ടുവരാം, മുഴുവനും ഇക്വിറ്റി ഈക്വലായിട്ട് കൊണ്ടുവരാം.
എങ്ങനെയൊക്കെ ഞാൻ ഫണ്ട് കൊണ്ടുവരും? ഫൈനാൻസിങ് ഡിസിഷൻ എവിടെ നിന്നൊക്കെ കൊണ്ടുവരും? മാക്സിമം കോസ്റ്റ് കുറയുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരണം. കോസ്റ്റ് മീൻസ് സപ്പോസ് ഞാനിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അത് എവിടെ നിന്ന് എടുക്കും? ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ബാങ്കിൽ ലോൺ എന്നാ പറയുന്നത്. ഇതിന്റെ പേരൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മാറും. ഡിബഞ്ചർ, ടേം ലോൺ, പല രീതിയിലും നമുക്ക് എടുക്കാം. ഞാൻ എവിടുന്ന് കൊണ്ടുവരും? ഏറ്റവും ചീപ്പായിട്ടുള്ള കോസ്റ്റ്, ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ള അവിടെ നിന്ന് എടുക്കുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറവുള്ള സ്ഥലത്ത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ ഈ ഒരു ആംഗിളിൽ 40 ലക്ഷം രൂപ നമ്മൾ ഫൈനാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് ആണ്. സോ ഫസ്റ്റ് വൺ, ഫൈനാൻസിങ് ഡിസിഷൻ. ഓക്കെ, ഈ ഫണ്ട് കൊണ്ടുവന്നു. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഞാൻ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് ബിസിനസ്സിലേക്ക് സപ്പോസ് ഈ 40 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ 2 ടൈപ്പ് മെഷീൻ ഉണ്ട്. മെഷീൻ എ മേടിക്കാം, അല്ലെങ്കിൽ മെഷീൻ ബി മേടിക്കാം. ഇത് ഏത് മെഷീനിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു മെഷീനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ മെഷീൻ ബി മേടിക്കണോ? ഇത് മേടിക്കുകയാണെങ്കിൽ, മെഷീൻ എ മേടിക്കുകയാണെങ്കിൽ അതിന് 5 വർഷം ലൈഫ് ഉണ്ട്. 5 years ലൈഫ്, യൂസ്ഫുൾ ലൈഫ്, 5 വർഷം വരെ ഉപയോഗിക്കാം. മെഷീൻ ബി മേടിക്കുകയാണെങ്കിൽ 6 വർഷം വരെ ഉപയോഗിക്കാം. ബട്ട് മെഷീൻ എ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ വർഷവും 10 ലക്ഷം രൂപ വെച്ചിട്ട്, അല്ലെങ്കിൽ 18 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻകം കിട്ടും. 18 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻകം കിട്ടും. മെഷീൻ ബി മേടിക്കുകയാണെങ്കിൽ ഓരോ വർഷവും 15 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻകം കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യും. ലൈഫ് നോക്കും, ഏതിലാണ് കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് നോക്കും, എന്നിട്ട് ബെസ്റ്റ് വൺ ചൂസ് ചെയ്യും. ബെസ്റ്റ് വൺ ചൂസ് ചെയ്തിട്ട് ആ ഫിക്സഡ് അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന ഫണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഫണ്ട് ഏതൊക്കെ അസറ്റിലേക്ക്, ഏതൊക്കെ ക്യാപിറ്റലിലേക്ക്, ഏതൊക്കെ ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ഫണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. സോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ. ഞാൻ 2 ടൈപ്പ് ഡിസിഷൻ പറഞ്ഞു. ഒരു ഫിനാൻസ് മാനേജർ, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങനെയൊക്കെ ഫണ്ട് കൊണ്ടുവരും, എവിടെ നിന്നൊക്കെ ഫൈനാൻസ് റൈസ് ചെയ്യും, ഫൈനാൻസിങ് ഡിസിഷൻ. സെക്കൻഡ് വൺ, കൊണ്ടുവരുന്ന ഫണ്ട് നമ്മൾ ഏതൊക്കെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ഏതാണ് ബെസ്റ്റ്. സെക്കൻഡ് വൺ, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം നമ്മൾ ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റ്. എത്രമാത്രം നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻ, എത്രമാത്രം കറണ്ട് അസറ്റ്സ്, എത്രമാത്രം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആണ്. വെരി വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന സബ്ജക്റ്റ് ആണ്. നല്ല രീതിയിൽ മനസ്സിലാക്കുക. നല്ല രീതിയിൽ ഒരു ബിസിനസിന്റെ പല ആംഗിളിലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഒരു കമ്പനിയിൽ CFO ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ ആ കമ്പനിയിൽ സ്റ്റാർട്ടിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരാം. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ പുതിയൊരു അസറ്റിലേക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. 2 എണ്ണം വന്നു. അപ്പൊ ഇവിടെ ഇത് രണ്ടും ബാലൻസ് ഷീറ്റിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന ഫണ്ടൊക്കെ നേരെ ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കും. ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കും. നമ്മൾ എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരുന്നു. നിങ്ങൾ പഠിച്ചില്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ കൊണ്ടുവരുന്ന ഫണ്ടൊക്കെ ഇവിടെ കാണിച്ചു. സോ ഞാൻ 40 ലക്ഷം രൂപ ഇവിടെ കാണിക്കും. ഫൈനാൻസിങ് ഡിസിഷൻ ഓൾമോസ്റ്റ് ലയബിലിറ്റി സൈഡുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കൊണ്ടുവരുന്ന ഫണ്ട് എവിടെ പോയി എന്ന് കാണണമെങ്കിൽ നമ്മൾ ഏത് സൈഡ് നോക്കേണ്ടി വരും? അസറ്റ് സൈഡ് നോക്കേണ്ടി വരും. അസറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും നമ്മൾ കൊണ്ടുവന്ന ഫണ്ട് എവിടേക്ക് പോയി. നമ്മൾ കൊണ്ടുവരുന്ന ഫണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ബിൽഡിങ്ങിന്റെ മുകളിലും ഫർണിച്ചറിന്റെ മുകളിലും അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഫിക്സഡ് അസറ്റ്സ്. അതേപോലെ ബാക്കി നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി കറണ്ട് അസറ്റിലൊക്കെ മാറ്റില്ല. സ്റ്റോക്കും വിൽക്കണ്ടേ? ഈ ബിൽഡിങ്ങും ടേബിളും ഫർണിച്ചറും മാത്രം മതിയാ? ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ കറണ്ട് അസറ്റിലേക്ക് ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഫണ്ട് കൊണ്ടുവരുന്നു. എങ്ങനെയൊക്കെ കൊണ്ടുവരും? ഫൈനാൻസിങ് ഡിസിഷനോടെ നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ ഏതൊക്കെ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലൂടെ തീരുമാനിക്കും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു, കൊണ്ടുവന്നു, ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ഉണ്ടാക്കി. ഒരു വർഷം കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി. കമ്പനിയിൽ ആകെ 4 ഓണേഴ്സ് അല്ല, 4 ഓണേഴ്സ്, 4 ആൾക്കാർ, 4 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, 4 പേര് ചേർന്നിട്ട് ബിസിനസ് തുടങ്ങി. 4 പേരും പ്രോഫിറ്റ് ഉണ്ടാക്കി. 4 പേരെ മീറ്റിംഗ് വിളിച്ചു. 4 പേരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് പറയണം,
നമുക്ക് ഈ വർഷം ഒരു 5 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു, കൊടുക്കേണ്ട ആൾക്കാർക്ക് ഒക്കെ കൊടുത്തു. കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചിട്ട് പറയാം, ഇതാ നമ്മുടെ കയ്യിൽ ഇത്ര മിച്ചം, ഇത്ര പ്രോഫിറ്റ് ബാക്കിയുണ്ട്. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തെടുക്കുന്നോ? ഡിവൈഡ് ചെയ്തെടുക്കണമെങ്കിൽ അത് ഡിവിഡൻഡ് ആയിട്ട് പോകും. ഡിവിസിബിൾ ഡിവൈഡ് ചെയ്യാം 5 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റ്, ഏൺഡ് മണി എന്ന് പറയും. ഏൺഡ് മണി നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റ് ആണ്. ഫണ്ട് റൈസ് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു, പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര? 5 ലക്ഷം രൂപയെ നമ്മളിപ്പോൾ ഷെയർ ചെയ്യണോ, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് അവിടെ വെക്കണോ? 5 ലക്ഷം രൂപയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബിസിനസ്സിൽ ഒന്നും വെക്കുന്നില്ല, സോ സീറോ ആണ്. അപ്പോൾ അടുത്ത വർഷവും ബിസിനസ് കിട്ടുന്ന പ്രോഫിറ്റ് സെയിം ആയിരിക്കും. കാരണം എന്താ? നിങ്ങളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബാങ്ക് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ റിട്ടേൺ തന്നു, ഇൻട്രസ്റ്റ് റേറ്റ്. നിങ്ങൾ ആ ഇൻട്രസ്റ്റ് മുഴുവനും മേടിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ എന്താ സംഭവിക്കുക? അടുത്ത വർഷം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുള്ളൂ. കാരണം നിങ്ങൾ അവിടെ റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. അതേപോലെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 5 ലക്ഷം രൂപ കിട്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, 3 lakh rupees നമുക്ക് ഇപ്പോൾ ഡിവൈഡ് ചെയ്യാം. മീൻസ് ഡിവിഡൻഡ് കൊടുക്കുക. ഡിവിഡൻഡ് പഠിക്കാൻ സംഭവം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡിവിഡൻഡ് കൊടുക്കുക. സോ 3 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ഏർണിങ്സിൽ നിന്ന് ബാക്കി 2 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെക്കും. സോ ഇത് നമ്മൾ ഏർണിങ്സിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചാണ് റീറ്റെയിൻ ചെയ്തിരിക്കുക. സോ ഈ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഏർണിങ്സിന്റെ ആ ഒരു പോർഷൻ പറഞ്ഞ പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇതൊക്കെ ഓരോ ഡിസിഷന്റെ ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്യും? ഏൺ ചെയ്ത പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ? ഡിവിഡൻഡ് ആയിട്ട് മുഴുവനും കൊടുക്കണോ? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണോ? ഡിവൈഡ് ചെയ്ത് കൊടുക്കണോ? അല്ലെങ്കിൽ ബിസിനസ് റീറ്റെയിൻ ചെയ്യണോ? റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവും. ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ കിട്ടില്ല, അവരുടെ ഷെയറിന്റെ പ്രൈസ് കുറഞ്ഞു പോകും. അത് പല ആംഗിളിൽ ചിന്തിക്കാണ്ട് നമുക്ക്. അപ്പൊ എന്ത് ചെയ്യും? സോ അതിന് ഒരു ഡിസിഷൻ ആവശ്യമുണ്ട്. ഏതാ? ഡിവിഡൻഡ് എന്ത് ചെയ്യും? കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഡിവിഡൻഡ് ഡിസിഷൻ. എത്രമാത്രം ഡിവിഡൻഡ് കൊടുക്കണം, എത്രമാത്രം റീറ്റെയിൻ ചെയ്യും. 3 ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിസിഷൻസ്. 3 ടൈപ്പ്. ഫസ്റ്റ് വൺ ഫൈനാൻസിങ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ, തേർഡ് വൺ സെക്കൻഡ് വൺ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, ആൻഡ് തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. 3 ടൈപ്പ് ഡിസിഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഫൈനാൻസ് മാനേജർ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ ഓരോന്നിലും ഓരോ ചാപ്റ്റേഴ്സ്, ഒരുപാട് ചാപ്റ്റേഴ്സ് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒന്ന് ഓടിച്ചിട്ട് സ്പീഡ് പറഞ്ഞാണ്. അറ്റ് എ ടൈമില് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ ഫോക്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഏരിയാസ്. ഒരു കമ്പനിയിൽ എങ്ങനെയൊക്കെ ഫണ്ട് കൊണ്ടുവരണം, എവിടെയൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഫണ്ട് കൊണ്ടുവന്ന ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഏൺ ചെയ്തിട്ട് ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ആ പ്രോഫിറ്റ് നമ്മൾ റീറ്റെയിൻ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും? അപ്പൊ ഇതിനൊക്കെ കമ്പനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോന്നിലും ഓരോ ചാപ്റ്ററാണ്. അപ്പോൾ ഫിനാൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഫിനാൻസിങ് ഡിസിഷൻ ആണെങ്കിൽ കമ്പനി എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരും? ഡിബഞ്ചർ 50% മതിയോ, ഇക്വിറ്റി ഷെയർ 50% മതിയോ? അതേ ആംഗിളിൽ എത്രമാത്രം നമ്മൾ ക്യാപിറ്റൽ എങ്ങനെ സ്ട്രക്ചർ ചെയ്യും? അപ്പൊ അതൊരു ചാപ്റ്ററാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ അതൊരു ചാപ്റ്ററാണ്. പിന്നെ നമ്മളെ ലിവറേജ്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാവും. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രാക്ടിക്കലി ഒരുപാട് അപ്ലിക്കേഷൻ വരുന്ന ഏരിയസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെല്ലാം ഇപ്പോൾ പഠിക്കാതെ തന്നെ ഈ സബ്ജക്റ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പേരൻസ് അവർ ഈ സബ്ജക്റ്റ് പഠിച്ചില്ല, ബട്ട് നിങ്ങൾ നോക്കിയേ, അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഫണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു 1000 rupees നിങ്ങളുടെ പേരൻറ്റിന് കൈ കൊടുത്തു നോക്കിയേ, കറക്റ്റ് എങ്ങനെ കീപ്പ് ചെയ്യുന്ന അറിയാം. ആവശ്യത്തിന് മാത്രമേ ചിലവാക്കുള്ളൂ. നമ്മളിപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു പൈസ കിട്ടിയാൽ എങ്ങോട്ട് പോയി എന്നറിയും. അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ആ പൈസ അഡീഷണൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യും, ആ പൈസ വെച്ച് നമ്മൾ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, ബിസിനസ് ഐഡിയ ഉണ്ട്. ഓക്കെ, ബട്ട് നിങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല. നിങ്ങൾക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്, ആ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 40% റിട്ടേൺ കിട്ടുന്ന ഉറപ്പാണ്.
പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ചു അല്ലെങ്കിൽ ആലോചിക്കണം, 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും 40% എന്ന് പറയുമ്പോൾ എത്ര? 10 ലക്ഷത്തിന് 40%. 4 ലക്ഷം രൂപ കിട്ടുന്ന 100% ഗ്യാരണ്ടി. ഒരു എക്സാമ്പിൾ ഉണ്ടാ. ബട്ട് നിങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഇവിടുന്ന് ഈ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കും? അതിന് ബെസ്റ്റ് ഐഡിയ ആണ് ഇതാ. 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്താൽ 40% കിട്ടുന്ന ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ബാങ്കിൽ പോവാ. ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക? ലോൺ എടുക്കുക. ബാങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 10% അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 15 ആയിക്കോട്ടെ, 15% ഇൻട്രസ്റ്റ് വരുന്നത്. ചില ബാങ്കൊക്കെ, പ്രൈവറ്റ് ബാങ്കൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, ബട്ട് പെട്ടെന്ന് ലോൺ കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ വലിയ ഡോക്യുമെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് 10 ലക്ഷം രൂപയുടെ ലോൺ അപ്ലൈ ചെയ്യും. അവർ പറയണത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്, സെക്യൂരിറ്റി കുറവായതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാരമില്ല, 10 ലക്ഷം രൂപക്ക് 15% ഇൻട്രസ്റ്റ് കൊടുത്താലും എത്ര? 10 ലക്ഷം 15% എത്ര? 1,50,000 രൂപ. 1,50,000 രൂപ മാത്രമേ ടോട്ടൽ ഇൻട്രസ്റ്റ് വരുള്ളൂ. ഈ കിട്ടിയ 10 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ബിസിനസ് നിന്ന് 40% റിട്ടേൺ കിട്ടുക. സോ 40% റിട്ടേൺ കിട്ടുന്നത് 15% ഔട്ട്ഫ്ലോ പോകും. അപ്പോഴും ബാക്കി 25% നമ്മുടെ പോക്കറ്റിലുണ്ട്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 40% കിട്ടി നിങ്ങൾ വിചാരിച്ച പോലെ. സോ 4 ലക്ഷം രൂപ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബാങ്കിന് എന്ത് അടക്കേണ്ടി വരും? നിങ്ങൾ കൊണ്ടുവന്ന ഫണ്ട് കോസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഫണ്ടിന് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും ബാങ്കിന്. സോ 10 ലക്ഷം രൂപയിലെ ലോൺ എടുത്തത്, 10 ലക്ഷത്തിന്റെ 15% വരുമ്പോൾ 1.5 ലക്ഷം രൂപ. അപ്പൊ 4 ലക്ഷം രൂപ റിട്ടേൺ കിട്ടിട്ട് അതിൽ 1.5 ലക്ഷം രൂപ കൊടുത്താലും ബാക്കി 2,50,000 രൂപ ഈസിയായിട്ട് നിൽക്കുക കയ്യിൽ. ഇതാണ് നമ്മൾ എത്രമാത്രം ഇത് ലെവറേജ് എന്നൊക്കെ പറയും. നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, EPS എങ്ങനെ കൂട്ടും, ഇക്വിറ്റി റിട്ടേൺ എങ്ങനെ കൂട്ടും, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നൊക്കെ പറയും, ഔട്ട്സൈഡേഴ്സിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട്. ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഒരുപാട് ഈ സബ്ജക്റ്റിൽ വരുന്നുണ്ട്. ഒന്നത്, പിന്നെ നമ്മൾ, നിങ്ങൾക്കറിയാം, മാർക്കറ്റിലേക്ക് നിങ്ങൾ പോവാം. മാർക്കറ്റ് മീൻസ് പച്ചക്കറി മേടിക്കുന്ന മാർക്കറ്റ് അല്ല. നിങ്ങൾ ഷെയർ മാർക്കറ്റിലേക്ക് പോവാം. ഷെയർ മാർക്കറ്റ് കേട്ടിട്ടില്ല? ആദ്യമായിട്ട് കേൾക്കുക. ഷെയർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റി, ആ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഇപ്പൊ നിഫ്റ്റി 50 ഒക്കെ ഇപ്പൊ 21,000 സംതിങ്. ഇപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. എന്താണ് ഷെയർ, എന്താണ് ഡിബഞ്ചർ, വലിയ ഐഡിയ ഉണ്ടാവില്ല. നിങ്ങൾ ഈ സബ്ജക്റ്റും കൂടെ പഠിച്ചിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ആഫ്റ്റർ CA അതും നല്ലൊരു പ്രോഫിറ്റബിൾ ഏരിയ ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് പോവാം. നിങ്ങൾ കുറെ പേര് ഇപ്പൊ സപ്പോസ് ഈ കുറെ പേര് കേട്ടിട്ടുണ്ടാവും, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഇൻട്രാഡേ ഡെലിവറി, ഇൻട്രാഡേ ട്രേഡ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിലൊക്കെ വരുന്ന കണക്റ്റീവ് സബ്ജക്റ്റ് ഇതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അതിനൊക്കെ ബേസ് ഇവിടുന്ന് പഠിക്കും. എപ്പോഴാണ് ഷെയറിന്റെ പ്രൈസ് കൂടുക, എപ്പോഴാണ് മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് ഇടിഞ്ഞു പോവുക, എപ്പോഴാണ് ഷെയർ മേടിക്കേണ്ടത്, എങ്ങനെയാണ് ബൈയിങ് സെല്ലിംഗ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഷെയറിന് ഡിമാൻഡ് കൂടുന്നത്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ഈ ചാപ്റ്ററിലെ ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ ഡിവിഡൻഡ് ഡിസിഷനിൽ ഇപ്പൊ സപ്പോസ് ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഇൻഫർമേഷൻ പോവാം, കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചു, ഡിവിഡൻഡ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. സോ ഇപ്പൊ കമ്പനിയുടെ ഷെയർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അതുകൊണ്ട് തന്നെ ഷെയറിന്റെ പ്രൈസ് എന്താവാൻ ചാൻസ് ഉണ്ട്, ഷെയറിന്റെ പ്രൈസ് ഇൻക്രീസ് ആവും. ഞാൻ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞു. അപ്പൊ കമ്പനിക്ക് എന്തായി, കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു മാർക്കറ്റിൽ. ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചു. അപ്പൊ 5 ലക്ഷം രൂപ കിട്ടിയിട്ട് നമ്മൾ 5 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് അവിടെ റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞ സംഭവമില്ല, റീറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തില്ല, അടുത്ത വർഷവും കമ്പനിക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ അതാ പറഞ്ഞ, ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഇൻട്രസ്റ്റ് മുഴുവനും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിന് പകരം ആ കിട്ടിയ ഇൻട്രസ്റ്റ് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് കൂടെ കിട്ടും. അപ്പൊ അടുത്ത വർഷം കിട്ടാവുന്ന ഇൻട്രസ്റ്റ് മാറ്റമുണ്ടോ? അപ്പൊ കമ്പനി ഡിവിഡൻഡ് പ്രോഫിറ്റ് ഏൺ ചെയ്ത് ആ പ്രോഫിറ്റ് മുഴുവനും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് കൂടും. ഓക്കെയാണ്. നേരെ തിരിച്ച് വേറെ സംഭവം കൂടെ, കമ്പനി കിട്ടിയ പ്രോഫിറ്റ് മുഴുവനും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കമ്പനി അവിടെ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നില്ല. ആ സമയത്ത് കമ്പനിക്ക് ഗ്രോത്ത് ഇല്ല എന്നുള്ള ഇൻഫർമേഷൻ കൂടെ മാർക്കറ്റിൽ വരും. ഈ കമ്പനിക്ക് ഗ്രോത്ത് വരുന്നില്ല, കമ്പനി എല്ലാ വർഷവും ഒരേ ഡിവിഡൻഡ് കൊടുക്കുകയാണ്, അങ്ങനെ ഒരു കേസ് വരും. അപ്പൊ അവിടെ നമ്മൾ കൺഫ്യൂഷനായി.
ഇപ്പൊ ഡിവിഡൻഡ് കൊടുത്താലും പ്രശ്നം, ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേമാണ് ഡിവിഡൻഡ് എന്നൊക്കെ എനിക്കറിയാം. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഷെയർ ആണ് ഡിവിഡൻഡ്. ഇതെന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്താലും ഷെയറിന്റെ പ്രൈസ് കൂടുന്നുണ്ട്, അതേ സമയത്ത് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഗ്രോത്ത് കൊണ്ടുവന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിന് നമ്മളൊരു പോളിസി ഉണ്ടാക്കണം. അതിന് ഓരോ ആൾക്കാർ പറയുന്നുണ്ട്, 1, 2, 3 ഇതിൽ ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അത് നമുക്ക് ആ സബ്ജക്ട് ആ ചാപ്റ്ററിൽ പഠിക്കാം. പിന്നെ റേഷ്യോ അനാലിസിസ് നിങ്ങൾക്ക് വരുന്ന വേറൊരു ആംഗിളാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക, ബിസിനസ് അനലൈസ് ചെയ്യുക. ഇപ്പൊ കമ്പനിക്ക് സപ്പോസ് കമ്പനിക്ക് കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ സെയിൽസ് നടത്തി. കമ്പനി 10 ലക്ഷം രൂപ സെയിൽസ് നടത്തിയിട്ട് കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റ് 2 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കമ്പനിയിലെ അക്കൗണ്ടന്റ് അല്ലെ CA ആയിട്ട് കയറി. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് കമ്പനി കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ സെയിൽസ് നടത്തിയിട്ട് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഇയർ വന്നപ്പോൾ കമ്പനി 20 ലക്ഷം രൂപ സെയിൽസ് നടത്തി. 20 ലക്ഷം രൂപ സെയിൽസ് നടത്തിയപ്പോൾ കമ്പനീന്റെ ആ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ലെങ്കിൽ കമ്പനിയുടെ GM പറയണം, ഞാൻ കാരണം സെയിൽസ് കൂടിയിട്ടുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു, സെയിൽസ് കൂടി. കഴിഞ്ഞ വർഷം 10 ലക്ഷം സെയിൽസ് ഉണ്ടായിരുന്നു, ഈ വർഷം 20 ലക്ഷം രൂപ സെയിൽസ് വന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസെന്റീവ് തരണം. അത് പുള്ളി അവകാശപ്പെടുമ്പോൾ നിങ്ങൾ ആ കമ്പനി കയറാണ്, CFO ആയിട്ട് കയറാണ് കമ്പനി. ആ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ആ കമ്പനി എത്രമാത്രം പ്രോഫിറ്റ് ഏൺ ചെയ്തു. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കേസ്, കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ സെയിൽസ് ഉണ്ടായിട്ട് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മീൻസ് 2 ലക്ഷം ഡിവൈഡ് ബൈ 10 ലക്ഷം, 20%, 20% പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പൊ ആ GM പറയണം, ജനറൽ മാനേജർ പറയണം, ഈ വർഷം ഞാൻ സെയിൽസ് കൂട്ടിയിട്ടുണ്ട്. MD-നോട് പറയാം, കമ്പനിയുടെ ഓണറെ പറ്റിക്കാൻ. ഈ കമ്പനിയുടെ ഓണർ എന്നൊക്കെ പറയുമ്പോൾ അവർ അത്ര നോളജ് ഉണ്ടാവുന്ന ആൾക്കാരല്ല. ഈ റേഷ്യോ അനാലിസിസിലും ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ വലിയ ഐഡിയ ഉണ്ടാവില്ല അവർക്ക്. അതുകൊണ്ടാണ് കമ്പനിയിൽ നമ്മളെ CFO, നിങ്ങളെ CA പോലത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കുന്നത്. നിങ്ങൾ വേണം അനലൈസ് ചെയ്ത് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് MD-ക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 10 ലക്ഷം രൂപ സെയിൽസ് ഉള്ള സമയത്ത് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം രൂപ സെയിൽസ് ഉണ്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 ലക്ഷത്തിന്റെ 20% എത്ര? 4 ലക്ഷം. ബട്ട് ആ GM ഉണ്ടാക്കിയ പ്രോഫിറ്റ് 3 ലക്ഷം ഉള്ളൂ. അയാൾ പറയാണ്, ഓക്കെ, കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് 2 ലക്ഷമാണ്, ഈ തവണ പ്രോഫിറ്റ് 3 ലക്ഷമാണ്, പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, അയാൾക്ക് ഇൻക്രിമെന്റ് കൊടുക്കും അല്ലെങ്കിൽ ഇൻസെന്റീവ് കൊടുക്കും. പക്ഷെ അയാൾ പറയുന്നതിൽ തെറ്റാണ്. ആ തെറ്റ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാ. കാരണം അയാൾ പറയുന്നതിൽ ലോജിക്കില്ല, അയാളുടെ പെർഫോമൻസ് കുറഞ്ഞു പോയി. 10 ലക്ഷം രൂപ സെയിൽസ് ഉള്ള സമയത്ത് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം രൂപ സെയിൽസ് ഉള്ള സമയത്ത് 4 ലക്ഷം രൂപ പ്രോഫിറ്റ് വേണം. എന്നിട്ട് അവിടെ വന്നിരിക്കുന്നത് 3 ലക്ഷം. പ്രോഫിറ്റിൽ ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ട്, 1 ലക്ഷം രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ പ്രൊപ്പോർഷനായിട്ട് വന്നിട്ടില്ല, അതേ പെർസെന്റേജ് വന്നിട്ടില്ല. അത് അവിടെയാണ് നമ്മൾ റേഷ്യോ വെച്ച് പഠിക്കുന്നത്. റേഷ്യോ അനാലിസിസ്, GP റേഷ്യോ എന്ന് പറയും. GP റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. കഴിഞ്ഞ വർഷം 20% ആയിരുന്നു, ഈ വർഷം 20% വന്നില്ല. ആ രീതിയിൽ അങ്ങ് പോകും. അപ്പൊ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റേഷ്യോ അനാലിസിസ്. നമ്മൾ ഫിക്സഡ് അസറ്റ് ഇത്ര ഉപയോഗിച്ചു, കഴിഞ്ഞ വർഷം ഇത്ര ഫിക്സഡ് അസറ്റ് ഉണ്ടായിരുന്നു കമ്പനിക്ക്, ഇത്രയും പൈസയുടെ മെഷീനൊക്കെ മേടിച്ചു വെച്ചിട്ട് സെയിൽസ് വന്നിട്ടുണ്ട്. അടുത്ത വർഷം കമ്പനി കുറേ കൂടെ അഡീഷണൽ ആയിട്ട് അസറ്റ് മേടിച്ചു. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, കഴിഞ്ഞ വർഷം ഇത്ര അസറ്റ് ഉപയോഗിച്ചിട്ട് ഇത്രയും സെയിൽസ് വന്നിട്ടുണ്ട്, അസറ്റ് ടേൺ ഓവർ റേഷ്യോ. പക്ഷെ ഈ തവണ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സെയിൽസ് കഴിഞ്ഞ വർഷം അത്രയും കൂടിയിട്ടുണ്ടോ ഇല്ലയോ നോക്കണം. സപ്പോസ് 2000 രൂപയുടെ അസറ്റ് ഉപയോഗിച്ചിട്ട് 4000 രൂപ ടേൺ ഓവർ ഉണ്ടാക്കി. അപ്പൊ അവരുടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ 2 ടൈംസ്, 2 ടൈംസ്, 2 ഇരട്ടി നമ്മൾ കച്ചവടം നടത്തിയിട്ടുണ്ട്, അസറ്റിന്റെ 2 ഇരട്ടി നമ്മൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 1000 രൂപയും കൂടെ അസറ്റ് മേടിച്ചു, 3000 റുപ്പീസിന്റെ അസറ്റ് മേടിക്കുന്ന സമയത്ത് നമ്മൾ 6000 രൂപയുടെ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റണം കമ്പനിക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്ര പെർഫോം ചെയ്തില്ലെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് വ്യക്തമായിട്ട് പഠിക്കുന്നത് ഈ സബ്ജക്റ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സബ്ജക്റ്റ് 50 മാർക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ഇതിൽ 100 മാർക്സിന്റെ ഏരിയാസ് പഠിക്കണം. കാരണം ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ CA പാസ്സായിട്ട് ഒരു കമ്പനിയിൽ കയറുമ്പോൾ കമ്പനീന്റെ ഫിനാൻസ്, ഞാൻ പറഞ്ഞു, കമ്പനിയിൽ ഏതൊരു ലെവൽ നോക്കുകയാണെങ്കിലും ഫണ്ട് മൂവ് ചെയ്തുകൊണ്ട്, ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ, എങ്ങനെയാണെങ്കിലും ഇതൊക്കെ ത്രൂ പാസ് ചെയ്ത് നിങ്ങളിലൂടെ.
നിങ്ങൾ വേണം അനലൈസ് ചെയ്യാൻ. അപ്പോൾ ഈ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, ഫിനാൻസ് ഈസ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസിന്റെ ജീവരക്താണ് ഫണ്ട്. ആ ഫണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. അതിനാണ് ഈ സബ്ജക്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ബിസിനസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ബിസിനസ്സിലെ ഐഡിയാസ്, ആ സ്ട്രാറ്റജി പഠിക്കുന്നത് സ്ട്രാറ്റജിക്കൽ മാനേജ്മെന്റ്. അത് സെക്കൻഡ് പാർട്ട്. ഈ പേപ്പറിൽ വരുമ്പോൾ 50 മാർക്കിൽ വരുമ്പോൾ 50 മാർക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ പ്രാക്ടിക്കൽ നോളജ് തന്നെയായിരിക്കും. അതായത് അക്കൗണ്ടൻസി പോലെ മാത്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ വലിയ എക്സ് വൈ അങ്ങനത്തെ മാത്സ് ഒന്നല്ല. ഞാൻ പറഞ്ഞു എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പൈസ ക്യാപിറ്റൽ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ കൊണ്ടുവരണം, ഏതൊക്കെയാണ് റേഷ്യോസ്, എത്രമാത്രമാണ് ഷെയറിന്റെ പ്രൈസ്, ഷെയർ വാല്യൂഷൻ എങ്ങനെ, അതൊക്കെയാണ് ഈ ഏരിയയിൽ വരിക. മീൻസ് അതായത് ഈ പാർട്ട് എ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ട് എയിൽ വരുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് MCQ വന്നിട്ടുണ്ട്, പുതിയ സിലബസിൽ MCQ വന്നുകൊണ്ട് 100% 100 മാർക്കിൽ 30% എനിക്ക് MCQ, അതിൽ 15 മാർക്ക് നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അതും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. 15 മാർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ആ 15 മാർക്കും തിയറിയല്ല. ആ 15 മാർക്കിലും ഓൾമോസ്റ്റും 1 വേർഡ് പ്രോബ്ലം പേപ്പർ തന്നെ, ആ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് തന്നെ. അപ്പോൾ ഈ പാർട്ട് എ ഓൾമോസ്റ്റ് ഒരു 90% 95% പ്രാക്ടിക്കൽ ടൈപ്പാണ്. കോസ്റ്റിംഗ് പോലെ പ്രാക്ടിക്കൽ ടൈപ്പ് തന്നെയാണ്. പാർട്ട് ബി ആണ് തിയറിറ്റിക്കൽ. സോ എല്ലാവരും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ എത്തിപ്പെട്ട് നല്ല ജോലിയൊക്കെ സെറ്റാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂലേക്ക് വരാം, നമുക്ക് നല്ല രീതിയിൽ പോവാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടുന്ന് ക്ലാരിറ്റി ചെയ്തങ്ങ് പോവാം. ഒരു എക്സാം പാസ്സാകാൻ വേണ്ടി മാത്രം പഠിക്കുന്ന രീതി പഠിക്കരുത്. ഞാൻ പറഞ്ഞു ആഫ്റ്റർ എക്സാം എന്ത് ചെയ്യും, ഇപ്പം നിങ്ങൾ ആ പ്രാക്ടിക്കൽ ലെവലിൽ തന്നെ പഠിക്കും. ആ രീതി തന്നെയായിരിക്കും നമ്മൾ ക്ലാസ് കൊണ്ടുപോകാം. നമുക്കിത് പഠിക്കുന്നത് കൂടി നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാകുമ്പോൾ മാത്രമല്ല, ഒരു സബ്ജക്റ്റ് നോളജോട് കൂടി നമുക്ക് ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, അതും കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ അധികം ഒന്നുമില്ലാന്ന് തോന്നുന്നു സാർ. അതൊരു സിമ്പിൾ കുറെ എക്സാമ്പിൾസ് രൂപേണ സാർ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പുതിയ പുതിയ വാക്കുകൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയും അതേപോലെ പേഴ്സണൽ ലൈഫിനെയും ഒരുപോലെ ബെനിഫിഷ്യൽ ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ CA പാസ്സായ ഉടനെ തന്നെ നമ്മളെ മണപ്പുറം പോലെയുള്ള കമ്പനി CFO ആയിട്ട് കയറാൻ ഹെൽപ്പ് ചെയ്ത ഈ പേപ്പറായിരുന്നു. നമുക്ക് ആ പേപ്പറിൽ ഒരു നോളജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് CA പാസ്സാകുമ്പോൾ ഏത് കമ്പനിയിലും ഈ CFOയുടെ പോസ്റ്റിലൊക്കെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന പേപ്പർ ഇതാണ്. അതെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ നോളജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരും. അതെ. അപ്പൊ സ്റ്റുഡൻസ് സാർ പറഞ്ഞത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഒരു ഡെഫിനറ്റ് ഒരു കരിയർ പാത്ത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ നിഖിൽ സാർ നിങ്ങളിലേക്ക് ഇന്റർമീഡിയറ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതെല്ലാം സാറാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ വളരെ ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ മുതൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഈ ഒരു സെഷനിലേക്ക് വന്നത്. അപ്പോ താങ്ക് യു സർ, ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാം ഈഗർലി വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, എന്തായാലും നേരിട്ട് കാണാം, എല്ലാവരെയും നേരിട്ട് കാണാം. അതെ, അപ്പം ഓക്കെ, താങ്ക് യു സർ വൺസ് അഗെയിൻ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതല്ല. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
ആ